ഹായ്, ഞാൻ മനോജ്. ലേന കൺസ്ട്രക്ഷൻ്റെ പ്രൊപ്പറേറ്ററാണ്. എല്ലാ മനുഷ്യരുടെയും ഒരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അതും ഇതുപോലുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വപ്നം പൂവണിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. അതെന്താ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ഈ 42 വയസ്സിൽ ഞാൻ 3 വീടുകൾ സ്വന്തമായിട്ട് പണിതു. അതിലിപ്പം 3ാമത്തെ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വീട് ഓരോ കാരണങ്ങളായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു. 4ാമതായി ഞാൻ പണിയാൻ പോകുന്ന ഈ ഒരു വീടുണ്ടല്ലോ, ഇത് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമല്ല. ഇത് കലാം പറഞ്ഞ പോലെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തൊരു സ്വപ്നമാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളായതുകൊണ്ടും എനിക്ക് എൻ്റെ ടേസ്റ്റിനനുസരിച്ചൊരു വീട് ഇതുവരെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും കൂടിയാണ് കേട്ടോ എൻ്റെ 4ാമത്തെ വീട് ഞാൻ ഈ ഒരു എലിവേഷനും ഈ ഒരു തീമും സെലക്ട് ചെയ്യാനായിട്ടുണ്ടായ കാരണം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കോടീശ്വരന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ നേരത്തെ കണ്ട ഒരു വീടിൻ്റെ എലിവേഷൻ നമ്മൾ ഈ ആസ് പെർ ഈ സൈറ്റിൽ പ്ലാൻ ചെയ്ത സമയത്ത് 8500 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 42 വർഷം മുന്നേ ഞാൻ ജനിച്ചത് ഓലപ്പുരയിലാണ് കേട്ടോ. ഇപ്പം എൻ്റെ കൂടെയുള്ള എൻ്റെ ഭാര്യ അമ്മു, ഈ നിൽക്കണ അമ്മു, നീ ജനിച്ചത് എന്തിലായിരുന്നു? ഒരു വാടക വീട്ടിലാണ്. നമ്മൾക്ക് ഉറങ്ങാൻ പറ്റാത്ത സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായാൽ പോരട്ടോ, അതുപോലെ തന്നെ ഉറങ്ങാതെ നന്നായിട്ട് പ്രയത്നിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഓലപ്പുരയിൽ ജനിച്ച എനിക്കും വാടക വീട്ടിൽ ജനിച്ച അമ്മൂനും ഈ ഒരു സ്വപ്നം നിറവേറ്റാൻ പറ്റും. ഈ കാണുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ ആ സ്വപ്നം നിറവേറ്റാനായിട്ട് പോണത്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം പിടിക്കും ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ട്. ഈ ഒരു സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ ഇലഞ്ഞിയിലാണ് കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് 1.5 ഏക്കർ പ്രോപ്പർട്ടിയാണ്. 1.5 ഏക്കർ 150 സെൻറ്റ്. അപ്പോൾ 150 സെൻറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ ഉള്ളൂ ഈ ഒരു ലുക്കിലുള്ള വീട് ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുക കേട്ടോ. കാരണം 8500 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം 4500 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ചുള്ള ലാൻഡ്സ്കേപ്പിങ്ങും അതിൻ്റെ പൂളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് വീട് മാത്രം ഏകദേശം 8500 സ്ക്വയർ ഫീറ്റ് വരും. ഞാൻ കുറേ മാസങ്ങൾക്ക് മുന്നേ ഇതുപോലുള്ള നല്ല നല്ല എലിവേഷൻസൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഈ രീതിയിലുള്ള വീടുകൾ വന്നാൽ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഒരുപാട് മുന്നേ നമ്മുടെ മനസ്സിൽ ഉള്ളതാണ് ഇങ്ങനത്തെ ഒരു ഐഡിയാസ്. പക്ഷേ നമ്മൾക്ക് ഇതേവരെയായിട്ടും നമുക്ക് അങ്ങനത്തെ ക്ലയൻറ്റ്സിനെയൊന്നും കിട്ടാത്തത് കൊണ്ടും, പിന്നെ നാട്ടിലിപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന വീടുകളെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മളെ നാട്ടിലുള്ള നാടൻ രീതിയിൽ നിന്നും ചെറിയ ചെറിയ വ്യത്യസ്തങ്ങളും ഇതും വരുത്തിയിട്ട് ആ ഒരു രീതിയിലാണ് ഇന്നത്തെ കണ്ടീഷനിൽ നാട്ടിൽ കൺസ്ട്രക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ചില വീടുകളൊക്കെ കാണാട്ടോ, നല്ല ആർക്കിടെക്റ്റുകൾ നല്ല അടിപൊളി ഡിസൈനിൽ നല്ല വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നോർമലൈസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും നോർമലായിട്ട് ചെറിയ വീടുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് നോക്കണ്ട, ഈ രീതിയിൽ ചെറിയ വീടും ചെയ്യാമെന്നുള്ള എലിവേഷൻ വെച്ചിട്ടാണ് അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതൊക്കെ ഒരു സാധാരണക്കാരനെ കൊണ്ട് സാധിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ശ്രമിച്ചാലാണ് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ശരിക്കും നിറവേറ്റാൻ സാധിക്കുള്ളൂ. പൈസക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പൈസ എങ്ങനെ അത് 2 ഇരട്ടി ആക്കാം ആ ജീവിതത്തിൽ നിന്ന് മാത്രമാണ് അവരൊക്കെ മാക്സിമം ശ്രദ്ധിക്കണത്. ഇത് നിങ്ങൾക്കിപ്പോൾ നോക്കാം, എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് 2 വർഷം എൻ്റെ ഈ ഒരു ചാനൽ ഫോളോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇനി ഒരു 2 വർഷം കൂടിയും കഴിയുമ്പോൾ ഈ കാണുന്ന സ്ഥലത്ത് ഞാൻ ഈ കാണിച്ചു തന്നൊരു എലിവേഷനിൽ ആ രീതിയിലൊരു വീടാവുമ്പോൾ അപ്പോൾ നിങ്ങൾ പറയും ഇതൊരു സാധാരണക്കാരനെ കൊണ്ട് സാധിക്കും എന്നുള്ളത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ഓലപ്പുരയിൽ ജനിച്ചതാണ്, എൻ്റെ ഭാര്യ ഒരു വാടക വീട്ടിൽ ജനിച്ചതാണ്. എന്നെയും കൊണ്ട് അത് സാധിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ 100% എനിക്ക് ഉറപ്പ് തരുന്നു. ഈ ചാനൽ ഫോളോ ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ ഓരോ അപ്ഡേഷനായിട്ട് കാണാനും സാധിക്കും. ഇപ്പം ഞാനിത് നേരത്തെ പറഞ്ഞു 150 സെൻറ്റ്, അതായത് 1.5 ഏക്കർ സ്ഥലമാണെന്ന്. എൻ്റെ മലപ്പുറം ജില്ലയാണ്, പെരിന്തൽമണ്ണയാണ് സ്ഥലം മേടിക്കുക എന്നുള്ളത് തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം സ്ഥലം നോക്കിയത് ഞങ്ങളെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. പക്ഷേ അന്നുണ്ടായ അനുഭവം അമ്മ പറയും. അന്ന് നമ്മളെ കുറേ സ്ഥലങ്ങൾ കൊണ്ടേ കാണിച്ചു എന്നുണ്ടെങ്കിലും നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, വഴി ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിൽ സ്ഥലം മേടിക്കുക എന്നുള്ള ആഗ്രഹം നമ്മൾ ഉപേക്ഷിച്ചു. അതൊന്നല്ല അതിലെ ഹൈലൈറ്റ്. 1 സെൻറ്റ് സ്ഥലത്തിന് ഇവിടെ 2 ലക്ഷം രൂപയാണ് പറയണത് അല്ലേ. 2-3 പറയണ്ട. അതും കാലി സ്ഥലം അല്ലെങ്കിൽ പള്ളിയിൽ അങ്ങനത്തെ സ്ഥലത്തിനടക്കം 2 ലക്ഷം. നിങ്ങളീ കാണുന്ന 150 സെൻറ്റ് സ്ഥലത്തും ഫുള്ളി റബ്ബറാണ്. അതായത് ഓൾറെഡി ഒരു വരുമാനം കിട്ടുന്ന പ്ലോട്ടാണ്. പക്ഷെ നമ്മൾ വീട് വയ്ക്കുമ്പോൾ അതെല്ലാം എടുത്ത് കളയും, അത് വേറെ കാര്യം. ഇത് ഇലഞ്ഞി എന്ന് പറയുമ്പോൾ കോട്ടയം ബോർഡറായിട്ടാണ് വരിക അല്ലേ. കോട്ടയം ഭാഗത്ത് ഇഷ്ടം പോലെ ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട്. എന്തായി കഴിഞ്ഞാലും ഇവിടെ 1 സെൻറ്റ് മേടിക്കുന്ന സ്ഥലത്ത് അവിടെ നമുക്ക് 5 സെൻറ്റ് സ്ഥലം മേടിക്കാം കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത്രയും കൂടുതൽ സ്ഥലം അവിടെ മേടിക്കാൻ സാധിച്ചതും. അതുപോലെ തന്നെ ഞങ്ങളുടെ
മനസ്സിലുള്ള പ്ലാനിനനുസരിച്ചിട്ട്, അതായത് സ്വപ്നത്തിനനുസരിച്ചിട്ട് ഒരു വീട് പണിയാനുള്ള സ്ഥലം നമുക്ക് കിട്ടിയത്. പിന്നെ നേരത്തെ പറഞ്ഞതിൽ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും, ഓൾറെഡി 3 വീട് വെച്ചു, അതിലൊരു വീടുണ്ട്, പിന്നെ ഇപ്പം എന്തിനാണ് ഇനിയൊരു ഇത്രയും വലിയൊരു വീട് വെക്കണമെന്നുള്ളത്. അതിൻ്റെ കാര്യം കൂടി പറഞ്ഞു തരാം. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, ഞാനും അമ്മും ഞങ്ങളുടെ 2 പേരുടെയും ഫാമിലിയും ഒരൊറ്റ വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാ ആൾക്കാരും വയസ്സായ ആൾക്കാരാണ്. അതും എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വീടിൻ്റെ അപ്സ്റ്റേറിലാട്ടോ താമസിക്കണത്. അതുകൊണ്ട് ഇപ്പോൾ അമ്മയ്ക്കൊക്കെ കാലിന് സുഖമില്ല ഇപ്പോൾ, അതുകൊണ്ട് അമ്മ താഴത്തോട്ട് ഇറങ്ങലേ ഇല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും അവർക്ക് സ്റ്റെപ്പ് കയറാത്ത രീതിയിൽ താഴെ എല്ലാ വയസ്സായവരും താഴെയും, അതേപോലെ ഞങ്ങൾ പിള്ളേരും മുകളിൽ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു എലിവേഷനും ഈ ഒരു ആഗ്രഹത്തിലോട്ട് വരാൻ തന്നെ കാരണം.